ഹലോ. അപ്പം നമ്മൾക്കിന്ന് വേറൊരു പരീക്ഷ നോക്കിയാലോ. ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഷവർമ്മയാണ്. ഞാൻ ആദ്യം വെജിറ്റബിൾ ഷവർമ്മ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ എൻ്റെ പപ്പ ഒരു ഇച്ചിരി ബീഫ് ഫ്രിഡ്ജിൽ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം എന്തായാലും ഒരു വഴിക്ക് പോണതല്ലേ, അപ്പോൾ വെജിറ്റബിൾ ഷവർമ്മയ്ക്ക് പകരം ബീഫ് ഷവർമ്മ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1 കപ്പ് മൈദയും ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ല നമ്മൾ ഗോതമ്പിനെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കില്ല, അതുപോലെ കുഴച്ചിട്ട് ഒരു 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. വേറെ കുറേ വീഡിയോസിലൊക്കെ നോക്കിയപ്പോൾ അവരെന്തോ ഈസ്റ്റൊക്കെ കൂടെ വെള്ളത്തിൽ കലക്കിയിട്ട് ചെയ്യുന്ന സെറ്റപ്പൊക്കെ കണ്ടു. ഞാൻ അതുപോലെ ഒന്നും ചെയ്തില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ഞാനൊരു 6 എണ്ണമാണ് കേട്ടോ, എല്ലാവർക്കും 2 എണ്ണം എന്നുള്ള ഒരു രീതിക്ക് ഒരു 6 ഉണ്ടകളാണ്. കറക്റ്റ് എനിക്ക് 6 ഉണ്ട കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയിപ്പോൾ സാധാ നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പത്തിൽ ഞാൻ റുമാലി റൊട്ടിയാണ് ഉദ്ദേശിച്ചത്. എന്തായാലും മറ്റേ നമ്മൾ കലയ്ക്ക് പറയുന്ന പോലെ എന്താ പറയുക, ഒറിജിനൽ ഗേൾ ഫ്രണ്ട് മീഷോ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറയണ പോലെ ഒരു മീഷോ റുമാലി റൊട്ടിയായിട്ട് സംഭവം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ എന്താ പറയുക, വലിയ രീതിക്ക് ഫ്ലോപ്പ് ആവില്ല എന്നറിയായിരുന്നു. കാരണം ഷവർമ്മയുടെ മെയിൻ താരം എന്ന് പറയുന്നത് നമ്മളുടെ മയോണൈസ് ആണല്ലോ. ആ സാധനം ഞാൻ ഇതിന് മുൻപ് ഒരു 3-4 വട്ടം ഉണ്ടാക്കിയേക്കണത് കൊണ്ട് അത് നല്ല അടിപൊളിയായിട്ട് എന്തായാലും വരും എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ്. പിന്നെ മയോണൈസ് ഉണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും വേണ്ട, അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അതേ ഞാൻ പരത്തണമെന്നൊന്നും കാണിച്ചില്ല. ഇത് സാധാ നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെയാണ്. 6 എണ്ണം ഞാൻ പരത്തി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ചുറ്റെടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയിട്ടാ, ഈ മാവ് കുഴച്ച് നമ്മൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഓയിലും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സോഫ്റ്റ് ആയിരുന്നു സംഭവം. കുറേ നേരം ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഏട്ടൻ വൈകുന്നേരം വന്നത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും റുമാലി റൊട്ടി മാറ്റി വെച്ചപ്പോൾ അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 6 എണ്ണം കൂടെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മളുടെ റൊട്ടിയെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത്രയും വട്ടമൊക്കെ എനിക്ക് പരത്താൻ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല. പിന്നെ നമുക്കിപ്പോൾ അടുത്തതായിട്ട് മയോണൈസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് ഞാനിപ്പം 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ ഒരു മുട്ട ഫുള്ളും മറ്റു മുട്ടയുടെ വെള്ളയും മാത്രമേ എടുക്കുന്നുള്ളൂ. പൊരിക്കാനും പറഞ്ഞുകൊണ്ട് മറ്റു മുട്ടയുടെ ഉണ്ണി എടുത്ത് വെച്ചു. പക്ഷേ മറന്നു പോയിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് കാട്ടിക്കളഞ്ഞു. അപ്പം മുട്ട ഫസ്റ്റ് തന്നെ ഡയറക്റ്റായിട്ട് ഞാൻ ഒരു മുട്ടയുടെ ഫുള്ളും മറ്റു മുട്ടയുടെ വെള്ളയും മാത്രം കൂടെ ഞാൻ ജാറിലേക്ക് ഇട്ടു. കയ്യിലേക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾക്ക്. കയ്യിലേക്ക് മുട്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ള കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും. ഉണ്ണിയൊന്നും പൊട്ടി അതിലേക്ക് വീഴുമൊന്നുമില്ല. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു 4 വെളുത്തുള്ളിയുടെ ഇതില്ലേ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇത്ര വെളുത്തുള്ളി ഇടണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്ക് വെളുത്തുള്ളിയുടെ അത് കുറയുമ്പം മറ്റേ എണ്ണയുടെ ചൊകയില്ലേ, അത് കൂടി വരണ പോലെ തോന്നും. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടം വെളുത്തുള്ളിയുടെ ചൊകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ചൊക ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൊക മീൻസ് ടേസ്റ്റ് ഇടുക, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വെളുത്തുള്ളി കുറച്ചിടാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു അടപ്പിൽ പകുതിയോളം ചൊറുക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരാകുമ്പോൾ അങ്ങനെ എനിക്ക് കറക്റ്റ് അളവ് അറിയില്ല കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ കറക്റ്റായിരുന്നു. എനിക്ക് ആ ഒരു അടപ്പിൽ പകുതി അടപ്പെടുത്തപ്പോഴത്തേക്കും കറക്റ്റായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. കുറച്ച് ആൾക്കാർ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യണത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാറില്ല. എനിക്കതിൽ മധുരം വരണത് എനിക്കിഷ്ടമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു മയോണൈസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു വെള്ള കളറും ആ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സി അടിച്ചുകൊണ്ടിരിക്കുക. കിറുക്കിർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കാൻ മതി. അല്ലാണ്ട് നമ്മൾ സാധാ അരയ്ക്കുന്ന പോലെ അരച്ചുകൊണ്ടിരിക്കേണ്ട. അങ്ങനെ ആവശ്യത്തിന് എന്താ പറയുക കുറച്ച് ഓയിൽ ഒഴിച്ച് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുറേ നേരം കുറേ നേരം വേണ്ട, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മയോണൈസ് കിട്ടും. ഒറ്റയടിക്ക് ഒരുപാട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ മണ്ടത്തരായിപ്പോൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മിക്സി ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ മതി. കണ്ട, നമുക്ക് നല്ല അടിപൊളിയായിട്ട് മയോണൈസ് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണതിൻ്റെ അത്ര പ്രശ്നങ്ങൾ വരണില്ലല്ലോ. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് മയോണൈസ്. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം നമുക്ക്.
ഇനി നമ്മൾക്ക് കുറച്ച് പച്ചക്കറി ഉണ്ട്, അത് അരിഞ്ഞെടുക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഇച്ചിരി ക്യാബേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാബേജ് നമുക്ക് നല്ല നീളത്തിൽ, നമ്മൾ നൂഡിൽസിനൊക്കെ നമ്മൾ അരിയില്ലേ, നല്ല നീളത്തിൽ, ഈ എന്താ പറയുക, പുഴു കിടക്കുന്ന പോലെ ആ ഒരു സെറ്റപ്പിൽ നല്ല നീളത്തിൽ സംഭവം അരിഞ്ഞെടുക്കുക. ഇത് നൈസായിട്ട് ഇത് ഞാൻ ഈ പൊക്കി കാണിക്കണില്ലേ അതുപോലെ. ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല കേട്ടോ, കാരണം എല്ലാ പച്ചക്കറി കൂടെ ആകുമ്പം ഫില്ലിങ് മാത്രം ഭയങ്കര കൂടിപ്പോവില്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മയോണൈസും കൂടി ഇടേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് ഇടണേ ഉള്ളൂ, ഞാനത് വേസ്റ്റ് കൊണ്ട് കളയാൻ പോയതാണ്. അപ്പോൾ ക്യാബേജ് അരിഞ്ഞു. പിന്നെ ഒരു ക്യാരറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ക്യാരറ്റ് ഫുള്ള് ഞാൻ എടുത്തില്ല. ആ ക്യാരറ്റിൻ്റെ ഒരു പകുതിയോളം ഇതുപോലെ തന്നെ നല്ല നൈസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു. നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക, വെജിറ്റബിളിൻ്റെ കട്ടരൊക്കെ ഇല്ലേ, പല പല ഷേപ്പിലൊക്കെ വരുന്നത്, ആ സംഭവം ഉണ്ടെങ്കിൽ നല്ല നൈസായിട്ട് കിട്ടും. എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ട് തന്നെ, അതുകൊണ്ട് ചില കഷ്ണങ്ങളൊക്കെ വലിപ്പം കൂടി കട്ടി കൂടി പോയി, ചില കഷ്ണങ്ങൾ നല്ല നൈസായിട്ടൊക്കെ കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് 4 മണി ആയതുകൊണ്ട് ഞാൻ ചായ വെക്കാൻ പോയതായിട്ടാണ്. പിന്നെ ഇത് ഞാൻ അവിടെ ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ഞാൻ ഫുൾ എടുത്തില്ല, പകുതി ക്യാപ്സിക്കം ഇതുപോലെ തന്നെ നൈസായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഞാൻ ഒരു തക്കാളി എടുത്തു, കാരണം എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു തക്കാളി ആയിരുന്നു. അതുകൊണ്ട് ഒരു മുഴുവൻ തക്കാളി, അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ കുരുക്കളൊക്കെ ഇല്ലേ, ആ വെള്ളം പോലെ ഇരിക്കണം, ആ സാധനമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും കുരുകുരുന്ന് അരിഞ്ഞു, കുരുകുരുന്നല്ല, നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തു. പിന്നെ ഒരു പകുതി സവാളയും കൂടി എടുത്തു. ഞാൻ പകുതി എല്ലാത്തിൻ്റെ എടുത്തോളൂ, ഇത്ര എടുത്തിട്ട് തന്നെ 6 അല്ലല്ലേ, 6 എടുത്തില്ല, ഒരെണ്ണം കളഞ്ഞു, 5 എണ്ണത്തിന് അത്യാവശ്യം നല്ല രീതിക്ക് ഫില്ലിങ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിലാണ് ഞാൻ വെജിറ്റബിൾ ഷവർമയിൽ നിന്നും ബീഫ് ഷവർമയിലേക്ക് മാറാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ പപ്പ ഇച്ചിരി വേവിച്ച് വെച്ചിരിക്കുന്നത്, അതപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, മുളക്, നമ്മുടെ മസാല എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് ഒന്നും അതിൽ ചേർക്കാത്തത്. അപ്പോൾ ഒരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ മിക്സിയിലൊന്ന് നമ്മൾ കട്ട്ലേറ്റിനല്ലേ നമ്മളിങ്ങനെ അരച്ചെടുക്കുമല്ലോ, അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആ സാധനം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാൻ പോവാം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തിങ്കളാഴ്ച ദിവസം മിക്കപ്പോഴും ഞങ്ങൾക്ക് മമ്മി ഉണ്ടാക്കി തരുന്ന ഒരു കറിയായിരുന്നത്. തലേ ദിവസത്തെ ബീഫ് ഇതുപോലെ കുറച്ച് മാറ്റി വയ്ക്കും, എന്നിട്ട് അത് വറുത്തിട്ട് ഇതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് സവാളയൊക്കെ ഇട്ട് വഴറ്റി തരും. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ പൊന്നേ, എനിക്ക് വെറുതെ കഴിക്കാൻ നല്ല ഇഷ്ടമാണത്. അപ്പം അങ്ങനെ എന്തുകൊണ്ടാണ് വലിയ ജാറിലിടാണ്ട് ചെറിയ ജാറിൽ ഇട്ടാൽ പോരെയെന്ന് ചോദിച്ച് വന്നേക്കണം കേട്ടോ. അപ്പോൾ ആ സംഭവം നമ്മുടെ ഇതുപോലെ അരച്ച് കിട്ടി. പിന്നെ എൻ്റെ കയ്യിൽ കുരുമുളകിൻ്റെ പൊടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ചീത്തയായി തുടങ്ങി. അപ്പം മുഴുവൻ കുരുമുളകാണുള്ളത്. അപ്പം ഞാനത് മറ്റേ നമ്മളുടെ പച്ചക്കറിക്ക് നമ്മൾ എരിവൊന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ ഞാൻ മറ്റേ സംഭവത്തിലിട്ട് ഇടിക്കണ സാധനത്തിലിട്ടിട്ട് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സംഭവം എല്ലാം കഴിഞ്ഞു. ഇനി മിക്സിങ് ടൈമാണ്. പച്ചക്കറിയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഓൾറെഡി ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ബീഫും കൂടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തിന്ന് നോക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം അങ്ങനെ കഴിക്കാൻ. പിന്നെ ബീഫും കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് ഇട്ടു, ഉപ്പ് ഇട്ടു. പിന്നെ ഞാൻ ഈ കൈയോട് ഭയങ്കര അന്തസ്സായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്, കാരണം കഴിഞ്ഞ തവണ ഞാൻ മറ്റേ സ്റ്റഫ്ഡ് മുളക് വെജ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇല്ലേ, എനിക്കിതുപോലെ മുളക് നമ്മൾ പ്രത്യേകിച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ചമുളക് തന്നെ വേണമെന്നില്ല, മറ്റേ മുളകാണെങ്കിലും ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടി തിരുമ്മി കഴിഞ്ഞാൽ എൻ്റെ കൈ നല്ല രീതിക്ക് പൊളിഞ്ഞ് പണ്ടാറടങ്ങും. അപ്പോൾ ഇതുപോലെ അന്ന് മുളക് ബജി ഇട്ട് കഴിഞ്ഞപ്പം എൻ്റെ കൈ പുകഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ കണ്ടില്ല, പക്ഷേ വേറെ പല വീഡിയോസിൻ്റെയും താഴെ ഇതേപ്പറ്റി പറയുമ്പം ബേക്കിംഗ് സോഡ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് കയ്യിൽ പുരട്ടി 5 മിനിറ്റിനുള്ളിൽ എൻ്റെ പുകച്ചിലൊക്കെ പമ്പ് കിടന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ മുളകൊക്കെ അരിഞ്ഞിട്ട് പുകച്ചിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുരട്ടി നോക്കിക്കോ. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ സംഭവമൊക്കെ പുകച്ചിലൊക്കെ പമ്പ കിടക്കും. അപ്പം അങ്ങനെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുരുമുളകൊക്കെ വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സാധനങ്ങൾ കൂട്ടി തിരുമ്മിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കൂട്ടി തിരുമ്മുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ടോ. സ്പൂണ് കൊണ്ട് നമ്മൾ ചെയ്യണേക്കാട്ടിലും നല്ലൊരു എഫക്റ്റ്, എല്ലാം കൂടെ നന്നായിട്ടൊക്കെ പിടിച്ച് നമുക്ക് നല്ലൊരു ഇതിൽ വരും. പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ കൂട്ടി തിരുമ്മണൊക്കെ കാണുമ്പോൾ അവർക്ക് ഈ എന്നുള്ളൊരു ഇതായിരിക്കുമല്ലേ, പക്ഷെ ശരിക്കും മസാലാസൊക്കെ അതിലോട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുമ്പം നന്നായിട്ടത് വരുമല്ലോ. അപ്പോൾ ഞാനത് ടേസ്റ്റ് നോക്കി പകുതിയായി തോന്നുന്നു, ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത് നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ നമ്മളുടെ റുമാലി റൊട്ടി എന്ന് പറയുന്ന മീശോ റുമാലി റൊട്ടി എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് നമ്മളുടെ മയോണൈസ് ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്തു. ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വാരി വെതറി. പിന്നെയും മനസ്സിലായി കുറച്ചും കൂടെ വേണമായിരുന്നെന്ന്, കാരണം എനിക്ക് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന സംഭവം ഇഷ്ടം. കുറച്ച് ആൾക്കാർക്ക് മയോണൈസ് ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് മയോണൈസിൻ്റെ ക്വാണ്ടിറ്റി ഇതാക്കാട്ടോ. അപ്പോൾ മയോണൈസ് ഞാൻ അതിലേക്ക് തൂക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കണതില്ലേ,
അത് കുറച്ചിങ്ങനെ ഇതെല്ലാം നമ്മളുടെ ഇഷ്ടമുണ്ട്. കുറച്ച് പച്ചക്കറി മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവം ഈ സാധനമാണല്ലോ ഞാൻ കടയിൽ ഇത്ര രൂപ കൊടുത്തിട്ട് മേടിച്ചത്. കടയിലാവുമ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇതാവുമ്പോൾ നമുക്ക് നമ്മളുണ്ടാക്കിയ സാധനം വിശ്വാസത്തോടെ കഴിക്കാമല്ലോ. അപ്പോൾ ഒരു മിക്സ് അതിൻ്റെ മേലേക്ക് ആവശ്യത്തിന് ഇട്ടിട്ട് പിന്നെയും ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ മയോണൈസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ചുരുട്ടുക. ഇതിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ മറ്റേ പേപ്പറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചുരുട്ടുമ്പോഴത്തേക്കും ആ ഒരു ഇതിൽ അങ്ങനെ നിന്നോളും. ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ അത് പപ്പയ്ക്ക് ഞാൻ തിന്നാൻ വേണ്ടി കൊടുത്തതാണ്. ഒരു 4 ആയിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, ഏട്ടനും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും അതിലേറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊരു 2 എനിക്ക് കുറച്ച് വേറെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് എടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പപ്പയ്ക്ക് കൊടുത്തിട്ട് പിന്നെ വേറൊരു 2 കൂടെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ബാക്കി ഏട്ടൻ വന്നിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ 2 ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പോകണം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾക്ക് കടയിൽ നിന്ന് ഉണ്ടാക്കുന്നത് വീട്ടിലുണ്ടാക്കുന്നതും വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.